ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ നമ്മുടെ ഓണ പരീക്ഷയൊക്കെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമ്മൾ ഓരോ സബ്ജക്ട്സ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. നമ്മൾ റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ഇനി ഇതാ ഒരു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഗസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ മക്കളെ, നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഓണം എക്സാമിന് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം അല്ലേ. യെസ്, ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 98 രൂപ. അങ്ങനെയെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടോട്ടൽ പ്രൈസ് ഓഫ് 7 pens ഓഫ് ഈക്വൽ റേറ്റ് ഇസ് 98 rupees. വാട്ട്സ് ദ പ്രൈസ് ഓഫ് എ പെൻ? അതായത് ടോട്ടൽ എത്ര പേനയുള്ളത്? ആകെ പേനകൾ എന്ന് പറയുന്നത്, ആകെ പേനകൾ ഇസ് ഈക്വൽ ടു 7 അല്ലേ. എത്രയായി എല്ലാത്തിനും കൂടെ? ആകെ തുക എന്ന് പറയുന്നത് 98. അപ്പോ ഒരു പേനയുടെ വില കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, നമ്മൾ ഹരിക്കണം അല്ലേ, നമ്മൾ ഡിവൈഡ് ചെയ്യണം. യെസ്, ഒരു പേനയുടെ തുക എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 98 ഡിവൈഡഡ് ബൈ 7 അഥവാ 98നെ 7 കൊണ്ട് നമ്മൾ ഹരിക്കും. പക്ഷേ നമ്മുടെ പ്രത്യേകത എന്താണ്? നമ്മൾ സാധാ പോലെയല്ല ഇതിനെ ഹരിക്കുക. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലേ, നമ്മുടെ ഹരണ രീതികൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേടാ, എങ്ങനെയാണ് ചെയ്യുക? ഈ 98നെ മിസ് ഇങ്ങനെ ഒരു ബോക്സിലേക്ക് ആക്കി. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം അല്ലേ. 98നെ ഇങ്ങനെ ബോക്സിലേക്ക് നമ്മൾ മാറ്റി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ 7 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 7നെ മിസ് മേലെ എഴുതി. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? ലാസ്റ്റ് 0 വരുന്ന ഒരു നമ്പർ കൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 7 × 10 ആണ്. 7 × 10 എത്രയാണ്? 70 ആണ്. അപ്പൊ നമ്മൾ ആദ്യം 10 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 7നെ. അപ്പോ 7 × 10 എന്ന് പറയുന്നത് 70. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? ഇവിടെ 8ഉം ഇവിടെ 2ഉം അല്ലേ. 7ന്റെ ടേബിളിൽ 28 ഉണ്ടല്ലോ. 7 × 4 are 28. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? 7 × 10 is equal to 70. അതുപോലെ 7 × 4 is equal to 28. അപ്പൊ എത്രയായിടാ? ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 + 4 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ എത്രയാണ് നമ്മുടെ ആൻസർ? 14 ആണ് നമ്മുടെ ആൻസർ അല്ലേ. ഇങ്ങനെയെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. 168 രൂപ 8 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? If 168 rupees is shared equally among 8 persons, how much will each get എന്നാണ് ചോദിച്ചല്ലേ. അപ്പൊ നമ്മളിതാ 168നെ നമ്മൾ എഴുതുന്നു. നമ്മളിതാ ബോക്സിലാക്കുകയാണ്. പിന്നെ എന്താ, 8 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ആദ്യം നമ്മൾ 10 കൊണ്ട് നോക്കി നോക്കാം. 8 × 10 എന്ന് പറയുന്നത് എത്രയാടാ? 80 ആണ്. ഓക്കെ, 8 × 10 എന്ന് പറയുന്നത് 80 ആണ്. അപ്പൊ അതിലും കൂടുതൽ നമുക്കൊന്നും കൂടെ നോക്കി നോക്കാം അല്ലെ. 8 × 20 ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് എന്താവണം? 0 ആവണം എന്നല്ലേ നമ്മുടെ കണ്ടീഷൻ ഉള്ളൂ. അപ്പൊ 8 × 20 ചെയ്ത് നോക്കാം. അപ്പൊ 8 × 20 എന്ന് പറയുന്നത് 160 ആണ്. 8 × 2 16. അപ്പൊ 8 × 20 എത്രയാണ്? 160. ഈ 160 അല്ലേ. അപ്പൊ നമ്മളിവിടെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, 2 × 8 എന്ന് പറയുന്നത് 16 ആണ്. സോ 20 × 8 എന്ന് പറയുന്നതോ 160. മൈനസ് ചെയ്ത് നോക്കാം. 8 - 0 എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ എത്ര വരും? 8 × 1 എന്ന് പറയുന്നതാണ് 8. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതും? 8 × 20 is equal to 160. അതുപോലെ 8 × 1 is equal to 8. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 20 + 1 that is equal to 21 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയ ഓണം എക്സാമിന് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.